ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ഞങ്ങളോട് സലാം പറയുകയും ശേഷം എന്നൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു എന്ന്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ പല ആളുകളും ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സലാം പറയാൻ മടിയാണ്. അവൻ എന്നേക്കാൾ ചെറുതല്ലേ, എങ്ങനെ ഞാൻ അവനോട് സലാം പറയും എന്നെല്ലാം മനസ്സിലാക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. എല്ലാവരും അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കുട്ടികളല്ലേ, അവരോടൊന്നിന് സലാം പറയണം. എന്നാൽ ഒരു നേതാവ്, ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കുട്ടികളെ കാണുമ്പോഴും സലാം പറയുമായിരുന്നു. അതൊരു സ്നേഹമാണ്. സലാം പറയലോടുകൂടെ സ്നേഹബന്ധമാണ് നമ്മൾ കൈമാറുന്നത്. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ധാരാളം കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അവർക്ക് അല്ലാഹു തആല ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിലൂടെ പല ആളുകളും കുട്ടികൾ കളിക്കുന്ന സമയം, ഓടിക്കളിക്കുന്ന സമയം, വികൃതി കാട്ടുന്ന സമയം അവരെ ചീത്ത പറയാനും അവരെ തെറി വിളിക്കാനും അതുപോലെ തന്നെ അവരെ ശാസിക്കാനുമാണ് പല ആളുകളും ഉപയോഗപ്പെടുത്താറ്. എന്നാൽ കുട്ടികൾ അങ്ങനെയെല്ലാം സംഭവിക്കും. അതെല്ലാം മനസ്സിലാക്കി കുട്ടികളോടൊപ്പം ഇരുന്ന് കുട്ടികളെ മനസ്സിലാക്കി, കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കി അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുകയാണ് വേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രത്തിലൂടെ നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ലത് മാത്രം പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.